ചിലര് ഉപ്പാനെ തീരെ മെയിൻറ്റെയിൻ ചെയ്യൂല, ഉപ്പാനെ പരിഗണിക്കൂല. ഗൾഫിലൊക്കെ പോയി ദീർഘകാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും എല്ലാ സൗകര്യങ്ങളും മക്കളെ കെട്ടിച്ച് എല്ലാം കഴിഞ്ഞ് ഉപ്പ പ്രായമായി. ഇപ്പോൾ ഉപ്പാക്കായിട്ട് സ്വന്തമായി വരുമാന മാർഗങ്ങൾ ഇല്ലെങ്കിൽ ഉപ്പ നിസ്കരിച്ചിട്ട് വരുമ്പോ ഉമ്മയും മക്കളും ചർച്ച അവസാനിപ്പിക്കും. ഉപ്പ വരുന്നുണ്ട്, ബാക്കി പിന്നെ ചർച്ച ചെയ്യാം. ആ പാവത്തിന് എത്ര വിഷമം ഉണ്ടാവില്ലേ? ഉപ്പ പൊതുവെ കരയൂല, ഹൃദയം കൊണ്ട് അങ്ങനെ കരയും. എപ്പോഴെങ്കിലും കണ്ണിൽ വെള്ളം നിറഞ്ഞാലായി. എന്നെ ആർക്കും വേണ്ടാന്ന് തോന്നിപ്പോകുന്നവരാണ് നമ്മുടെ നാട്ടിലെ കൂടുതൽ ഉപ്പമാരും. ആർക്കും വേണ്ടല്ലേ? ഈ ആൺമക്കളൊക്കെ ഒന്ന് കൂടിയിരുത്തിട്ട് ഉപ്പാനോട്, ഉപ്പാക്ക് എന്തോ ഒരു സങ്കടം 2-3 ദിവസമായിട്ട് എന്തോ കൈമ കാശില്ലാത്തതിന്റെ പ്രശ്നം. ഉപ്പാനോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഉപ്പാക്ക് എന്താ പ്രശ്നം? ഞാൻ ഉപ്പാനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഉപ്പ എനിക്കൊരു മുത്തം തരും. ശരിക്കും ഉപ്പ കരഞ്ഞു എന്ന് പറഞ്ഞ കരഞ്ഞു. എന്നെയൊക്കെ ആർക്കെങ്കിലൊക്കെ വേണോ അല്ലേ? ഇങ്ങനെ മരിക്കുന്നിടത്ത് മരിക്കട്ടെ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ജീവിക്കുന്നവരാ പല ഉപ്പമാരും. കാരണം ക്യാഷ് കയ്യിലില്ലെങ്കിൽ പുതിയ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ഗൾഫ് ജീവിതം ആസ്വദിച്ച ഭാര്യൻ്റെ അടുത്തും മക്കളുടെ അടുത്തും ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഉപ്പമാരെ ഇങ്ങനെ കേട്ടു. നിസ്കരിക്കുന്ന വരുന്ന ചോറ് കിട്ടിയാലായി എന്ന് ചോദിക്കാൻ പറ്റൂല ഭാര്യനോട്. കാരണം ഓള് മദീനയിലേക്കുള്ള പാതയിലുള്ള ഓൺലൈൻ മജ്‌ലിസിലായിരിക്കും, ചോദിക്കാനും പറ്റില്ലല്ലോ. കിട്ടിയ